നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക ക്രിക്കറ്റ് ലോകത്ത് ഒരു കളിക്കാരന്റെ മൂല്യം നിശ്ചയിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ ഹൈപ്പുകൾക്കും വലിയൊരു പങ്കുണ്ട്. ചില താരങ്ങൾ മൈതാനത്തിറങ്ങുമ്പോൾ തന്നെ അവർ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന രീതിയിലാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തകൾ ചമയ്ക്കാറുള്ളത്. എന്നാൽ ഇതേ ആളുകൾ തന്നെ മറ്റു ചില കളിക്കാരെ അവരുടെ കരിയറിന്റെ തുടക്കം മുതൽക്കേ മോശക്കാരായി ചിത്രീകരിക്കാനും ബോധപൂർവം ശ്രമിക്കാറുണ്ട്. കളിക്കളത്തിലെ യഥാർത്ഥ കണക്കുകളേക്കാൾ പ്രാധാന്യം ചില രാജ്യങ്ങളിലെ കളിക്കാർക്ക് ലഭിക്കുന്ന അനാവശ്യമായ ഇമേജുകൾക്ക് കൈവരുമ്പോൾ തഴയപ്പെടുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന മറ്റു ചില പ്രതിഭകളാണ്. വരും ദിവസങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിതുറക്കാൻ പോകുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ രണ്ടു കളിക്കാർ തമ്മിലുള്ള അന്തരം എന്നതിനെക്കുറിച്ച് വായനക്കാർക്കിടയിൽ കടുത്ത ജിജ്ഞാസ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പുറമേക്ക് കാണുന്ന തിളക്കത്തിനപ്പുറം ക്രിക്കറ്റിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ മാത്രമേ ഇതിന്റെ പിന്നിലെ നിഗൂഢതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഈ വലിയ വിവേചനങ്ങളും ഇരട്ടത്താപ്പുകളും കാണുമ്പോൾ ഏതൊരു സാധാരണ കായിക പ്രേമിയുടെയും ചോര തിളച്ചു പോകും. വിദേശ ടീമുകളിലെ ചില താരങ്ങളെ അവർ കാട്ടിക്കൂട്ടുന്ന ചെറിയ പ്രകടനങ്ങളുടെ പേരിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് വിളിച്ച് പ്രകീർത്തിക്കുന്ന ഇതേ ആളുകൾ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ വില കുറച്ചു കാണിക്കുന്നത്. തങ്ങളുടെ സ്വന്തം മണ്ണിലെ കളിക്കാരെ നിരന്തരം വേട്ടയാടാനും അവർക്കുമേൽ ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്തവനെന്ന നാണം കെട്ട ലേബൽ ഒട്ടിച്ചു നൽകാനും വേണ്ടി ചില ലോബികൾ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ ക്രിക്കറ്റ് എന്ന കളിയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. എത്രയൊക്കെ മാസ് പ്രകടനങ്ങൾ നടത്തിയാലും സ്വന്തം നാട്ടിലെ സെലക്ടർമാരും വലിയൊരു വിഭാഗം മാധ്യമങ്ങളും അവരെ ഒരു വിദേശ താരത്തോളം പരിഗണിക്കാൻ മടിക്കുന്നു എന്നത് ശരിക്കും കഷ്ടമാണ്. പുറമെ ക്രിക്കറ്റിന്റെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയും ഉള്ളിൽ വംശീയമായോ പ്രാദേശികമായോ ഉള്ള മുൻവിധികൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ഇപ്പോൾ കൃത്യമായി തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വിചിത്രമായ വിലയിരുത്തലുകൾക്കെതിരെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു വിഭാഗം ആരാധകരും മുൻനിര താരങ്ങളും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഫോമിലുള്ള നമ്മുടെ കളിക്കാരെ മാനസികമായി തളർത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന ഇത്തരം ട്രോളുകളും അനാവശ്യമായ നെഗറ്റീവ് ടാഗുകളും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. IPL-ലും അന്താരാഷ്ട്ര T20 മത്സരങ്ങളിലും ഒരേപോലെ ആധിപത്യം പുലർത്തിയിട്ടും ഒരു താരത്തെ ഇങ്ങനെ നിരന്തരം മാറ്റി നിർത്തുന്നതും തരം താഴ്ത്തുന്നതും ശുദ്ധ വിവരക്കേടാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെയും മാധ്യമങ്ങളുടെയും ഈ കണ്ണു തുറക്കാത്ത നിലപാടുകൾ ഭാരതത്തിന്റെ ക്രിക്കറ്റ് സംസ്കാരത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. നന്നായി പെർഫോം ചെയ്യുന്നവരെ ബെഞ്ചിലിരുത്താൻ വേണ്ടി അവർക്കുമേൽ അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിക്കുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും മത്സരങ്ങളിൽ നമ്മൾ വലിയ വില നൽകേണ്ടി വരും. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട കായിക വിനോദത്തെ ഇത്രമേൽ സ്നേഹിക്കുന്നത് ഇത്തരം ചതികൾ കാണാൻ വേണ്ടിയല്ല. ഇതിനു മുൻപ് നടന്ന സുപ്രധാനമായ പല അന്താരാഷ്ട്ര T20 ടൂർണമെന്റുകളിലും നമ്മൾ ഈ രണ്ടു താരങ്ങളുടെയും വ്യത്യസ്തമായ പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ലോകോത്തര ബൗളർമാരെ അതിർത്തി കടത്തിക്കൊണ്ട് ഒരേ സ്ട്രൈക്ക് റേറ്റിലും ഒരേ റൺസ് വേഗതയിലും ഇന്നിംഗ്സുകൾ പടുത്തുയർത്തിയ ചരിത്രമാണ് ഇവർ രണ്ടുപേർക്കുമുള്ളത്. എന്നിട്ടും വിദേശ രാജ്യങ്ങളിലെ താരങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സുരക്ഷിതത്വവും പിന്താങ്ങലും നമ്മുടെ നാട്ടിലെ താരങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് വലിയൊരു കരിയർ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പരാജയത്തിന്റെ പേരിൽ പോലും നമ്മുടെ താരങ്ങളെ ടീമിൽ നിന്നും പുറത്താക്കാൻ ഈ അധികാരികൾക്ക് യാതൊരു മടിയുമില്ല. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി അവർ എപ്പോഴും പുതിയ ന്യായീകരണങ്ങളുമായി വരികയാണ് പതിവ്. കഴിഞ്ഞ കുറച്ചുകാലമായി ഈ രണ്ടു കളിക്കാരുടെയും കരിയർ ഒരേ ദിശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവർക്ക് ലഭിക്കുന്ന പരിഗണനയിൽ വലിയൊരു ആകാശം മുട്ടയുള്ള വ്യത്യാസമുണ്ട്. ഈ ഒരു വലിയ അനീതിയുടെ യഥാർത്ഥ കണക്കുകൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്നത് ഉറപ്പാണ്. ഇവിടെയാണ് അന്ധരായ സഞ്ജു വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം വെളിപ്പെടുന്നത്. ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം ട്രാവിസ് ഹെഡും നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും തമ്മിലുള്ള അന്താരാഷ്ട്ര T20 കണക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ പിടിച്ചുലയ്ക്കുന്നത്. അന്താരാഷ്ട്ര മാച്ചുകളിൽ ഹെഡിനെ എല്ലാവരും ഭയത്തോടെ എക്സ് ഫാക്ടർ എന്ന് വിളിക്കുമ്പോൾ സഞ്ജുവിനെ മാത്രം ഇൻകൺസിസ്റ്റന്റ് എന്ന് വിളിച്ച് കളിയാക്കുന്നവരുടെ
കണ്ണു തുറപ്പിക്കുന്ന ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഇതാ. ട്രാവിസ് ഹെഡിന് 2020 51 ഇന്നിംഗ്സും 1335 റൺസും ശരാശരി 28.4 സ്ട്രൈക്ക് റേറ്റ് 156.7 സഞ്ജു സാംസൺ ഇന്നിംഗ്സ് 54, റൺസ് 1399, ശരാശരി 28.6, സ്ട്രൈക്ക് റേറ്റ് 156.8. അതായത് റൺസിന്റെ കാര്യത്തിലും ബാറ്റിംഗ് ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലും ഓസ്ട്രേലിയയുടെ സാക്ഷാൽ ട്രാവിസ് ഹെഡിനേക്കാൾ ഒരു പിടി മുന്നിലാണ് നമ്മുടെ സഞ്ജു സാംസൺ. ഇപ്പോ എങ്ങനെയിരിക്കുന്നു? ഹെഡിന് കൊടുക്കുന്ന ആ വലിയ അംഗീകാരം എന്തുകൊണ്ട് നമ്മുടെ സഞ്ജുവിന് കൊടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് മുന്നിൽ വലിയൊരു അഗ്നിപർവ്വതമായി പുകയുമെന്നത് ഉറപ്പാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്